ഇറാനും ഇസ്രായേൽ, ഹമാസ്, യുക്രൈൻ, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും പല രീതിയിൽ പല കാരണങ്ങളാൽ സംഘർഷങ്ങൾ ഉണ്ടായ സാഹചര്യം. ഈ പശ്ചാത്തലത്തിൽ ഒരു വലിയ ആശങ്ക ഉയർന്നിരുന്നു. ആഗോള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചുള്ളതായിരുന്നു ആ ഒരു ആശങ്ക. മാത്രമല്ല, വ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആഗോള ഉത്കണ്ഠകളും ഇതോടൊപ്പം വർദ്ധിച്ചു. പലരും മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്ന് പോലും ഭയപ്പെട്ടു. ഭയം ഇപ്പോഴും മാറിയിട്ടുമില്ല. ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ട ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൽ വെള്ളിയാഴ്ചയോടെയാണ് US പരസ്യമായി ഇടപെട്ടത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US സൈന്യം വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ തകർത്തുവെന്നാണ് അവകാശപ്പെടുന്നത്. വലിയ സൈനിക വിജയമായിട്ടാണ് ട്രംപ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൗത്യത്തെ വിശേഷിപ്പിച്ചത്. ഇറാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് US നടത്തിയത്. എന്നാൽ ഇസ്രായേലുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും അത് US ഇടപെട്ടതോടെ ഇല്ലാതായെന്നും നേരത്തെ ഇറാനും പ്രതികരിച്ചിരുന്നു. അതേസമയം ഇറാനെതിരെ US നടത്തിയ സൈനിക ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭയിലെ റഷ്യൻ അംബാസിഡർ വാസിലി നെബെൻസിയ അപലപിച്ചു. ആഗോള സുരക്ഷയ്ക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയാണ് USന്റേതെന്ന് വാസിലി കടുത്ത ഭാഷയിൽ തന്നെ ആരോപിച്ചു. വാഷിംഗ്ടൺ പണ്ടോറയുടെ പെട്ടി തുറന്നുവെന്നാണ് വാസിലി ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. അതായത് ലോകത്തിന് മുഴുവൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു തുടക്കം US നടത്തിയെന്ന തരത്തിലാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. സംഘർഷം ഒരു ആഗോള യുദ്ധമായി മാറിയാൽ ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികൾ അതിൽ ചേരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചില പ്രദേശങ്ങളിൽ യുദ്ധം അത്രയധികം സ്വാധീനം ചെലുത്തില്ല. മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ സുരക്ഷിതമായി അഭയം തേടാൻ കഴിയുന്ന ചില രാജ്യങ്ങളെ ദി മെട്രോ പട്ടികപ്പെടുത്തുന്നു. ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ, സൈനിക നിഷ്പക്ഷത, സ്ഥിരതയുള്ള സാഹചര്യങ്ങൾ എന്നിവ കാരണം അഭയാർത്ഥികൾക്ക് സുരക്ഷിത താവളമൊരുക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഇനി പറയുന്നവയാണ്. ആദ്യം അന്റാർട്ടിക്കയാണ്. ആണവയുദ്ധം നടക്കുകയാണെങ്കിൽ അന്റാർട്ടിക്കയുടെ തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏറ്റവും സുരക്ഷിതമായിരിക്കും. ആണവ ശക്തികളിൽ നിന്ന് ഇത് വളരെ ദൂരെയാണ്. അതിന്റെ 14 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി അഭയാർത്ഥികൾക്ക് ധാരാളം ഇടം നൽകുന്നു. എന്നാൽ കഠിനമായ മഞ്ഞുമൂടിയ കാലാവസ്ഥ അതിജീവനത്തിന് വെല്ലുവിളിയാകും. അടുത്തത് ഐസ്ലൻഡ് ആണ് സുരക്ഷിതമായ മറ്റൊരിടം. ഏറ്റവും സമാധാനപരമായ രാജ്യങ്ങളിൽ ഒന്നായി സ്ഥിരം റാങ്ക് ചെയ്യപ്പെടുന്ന ഐസ്ലൻഡ് ഒരിക്കലും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഭൂമിശാസ്ത്രപരമായി വിദൂര സ്ഥാനത്ത് കിടക്കുന്നതിനാൽ യൂറോപ്പിൽ ഇവിടം യുദ്ധത്തിനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, ആണവ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും ചെറിയ അളവിൽ മാത്രമേ ഐസ്ലൻഡിലേക്ക് എത്തുകയുള്ളൂ. ഇനി ന്യൂസിലൻഡ്. നിഷ്പക്ഷ നിലപാടും ആഗോള സമാധാന സൂചികയിൽ 2ാം സ്ഥാനവുമുള്ള രാജ്യമാണ് ന്യൂസിലൻഡ്. അതിന്റെ പർവ്വത പ്രദേശങ്ങൾ രാജ്യത്തിന് സംരക്ഷണം നൽകുന്നു. റഷ്യയുമായുള്ള ഒരു പാശ്ചാത്യ സംഘർഷത്തിൽ ന്യൂസിലൻഡ് ലക്ഷ്യപ്പെടാനും സാധ്യതയില്ല. എന്നാൽ ന്യൂസിലൻഡ് യുക്രൈനെ സാമ്പത്തികമായി പിന്തുണച്ചിട്ടുണ്ട്. അടുത്തത് സ്വിറ്റ്സർലൻഡ് ആണ്. നിഷ്പക്ഷ നിലപാടിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധ സമയത്തെ നിഷ്പക്ഷതയ്ക്ക് പേരുകേട്ട രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. പർവ്വത പ്രദേശങ്ങളാലും ആണവ ഷെൽട്ടറുകളാലും രാജ്യം സുരക്ഷിതമാണ്. രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് അതിനെ സുരക്ഷിതമാക്കുന്ന മറ്റൊരു ഘടകം. യുക്രൈനിന്റെ സൈനിക ശ്രമങ്ങളെയും ഈ രാജ്യം പിന്തുണച്ചിട്ടില്ല. ഇനി ഗ്രീൻലൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലൻഡ്. ഈ രാജ്യത്തിന്റെ വിദൂര സ്ഥാനവും നിഷ്പക്ഷ നിലപാടും യുദ്ധത്തിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നു. വെറും 56,000 മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. ഈ ജനസാന്ദ്രത ആഗോള സംഘർഷത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇനി ഇന്തോനേഷ്യ. യുദ്ധം വന്നാൽ സുരക്ഷിതമായ മറ്റൊരു ഇടത്താവളം ഇന്തോനേഷ്യയാണ്. നിഷ്പക്ഷ വിദേശ നയമാണ് ഇന്തോനേഷ്യ നിലനിർത്തുന്നത്. ലോക സമാധാനത്തിനായി രാജ്യം നിലകൊള്ളുന്നു. അവരുടെ സ്വതന്ത്ര നിലപാടും ഭൂരാഷ്ട്രീയപരമായ സ്ഥാനവും ആഗോള സംഘർഷങ്ങളിൽ അപകട സാധ്യത കുറയ്ക്കുന്നു. അടുത്തത് തുവാലു ആണ്. തെക്കൻ പസഫിക്കിൽ 9 ദ്വീപുകളുടെ സമൂഹമാണ് തുവാലു. 11,000 പേർ മാത്രം താമസിക്കുന്ന ചെറിയ രാജ്യമാണ് തുവാലു. പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും യുദ്ധത്തിൽ അതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നു. ഹവായിക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമാണിത്. ഇനി അർജന്റീന. ഗോതമ്പ് പോലുള്ള വിളകളാൽ സമൃദ്ധമായ അർജന്റീനയ്ക്ക് ആണവ ശൈത്യത്തെ അതിജീവിക്കാൻ കഴിയും. ആഗോളക്ഷാമം നേരിട്ടാലും അർജന്റീനയിൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല. സംഘർഷങ്ങളുടെ മുൻകാല ചരിത്രമുണ്ടെങ്കിലും കാർഷിക വിഭവങ്ങളാൽ സമൃദ്ധമായതിനാൽ അർജന്റീന താരതമ്യേന സുരക്ഷിതമായൊരു താവളമായി തുടരുന്നു. ഇനി ഭൂട്ടാനാണ്. യുദ്ധം വന്നാൽ ഭൂട്ടാനും സുരക്ഷിതമാണ്. 1971 നിഷ്പക്ഷത പ്രഖ്യാപിച്ചതിനു ശേഷം ഭൂട്ടാൻ സുരക്ഷിതമാണ്. മാത്രമല്ല, പർവ്വത പ്രദേശങ്ങളാലും കരയാലും ചുറ്റപ്പെട്ട ഭൂമിശാസ്ത്രമാണ് ഭൂട്ടാന്റേത്. അതിന്റെ ഈ ഒരു പ്രത്യേകത കാരണം ബാഹ്യ ഭീഷണികളെ പ്രതിരോധിക്കാൻ എളുപ്പവുമാണ്. ഇനി ചിലിയാണ്. 4000 മൈൽ ദൂരം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ തീരദേശവും അതിന്റെ സമൃദ്ധമായ പ്രകൃതി വിഭവവും ചിലിയെ യുദ്ധ സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സുസ്ഥിരവുമാക്കുന്നു. അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളുള്ള തെക്കേ അമേരിക്കയിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നാണ് ചിലി. ഇനി ഫിജിയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് 2000 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഫിജിയാണ് മറ്റൊരു സുരക്ഷിത താവളം. വിദൂരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണിത്. മാത്രമല്ല, സൈനിക ശ്രദ്ധക്കുറവും ഇടതൂർന്ന വനങ്ങളും ഫിജിയെ സമാധാനത്തിന്റെ സ്വർഗമാക്കുന്നു.
വളരെ കുറഞ്ഞ സൈന്യം മാത്രമാണ് ഇവിടെയുള്ളത്. ആഗോള സമാധാന സൂചികയിൽ ഉയർന്ന റാങ്കുള്ള സുരക്ഷിതമായ ഇടമാണ് ഫിജി. ഇനി ദക്ഷിണാഫ്രിക്ക. സമൃദ്ധമായ ഫലഭൂയിഷ്ഠമായ ഭൂമി, ശുദ്ധജലം, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയാൽ ചുറ്റപ്പെട്ട ദക്ഷിണാഫ്രിക്ക അതിജീവനത്തിന് നല്ല സാധ്യതകൾ നൽകുന്നു. വൈവിധ്യമാർന്ന വിഭവങ്ങളും കാർഷിക ശേഷിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന് ജനങ്ങളെ നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു.